أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൽമിന്റെ സദസ്സിൽ സംഘടിക്കുന്നതിൽ ഒരുമിച്ച് കൂടുന്നതിന് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ അതൊക്കെ കരഗതമാക്കാൻ ഉതകുന്ന ഒരു സദസ്സായി അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ് തുടങ്ങാൻ എപ്പോഴും വൈകിയാണ്. 2:30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2:15 എത്തണം. എന്നാലേ നമുക്ക് കൃത്യം 2:30 ആരംഭിക്കാൻ കഴിയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ആഹ്ലാദവും ഹർഷവും ഒക്കെ സമ്മാനിക്കുന്ന പകരുന്ന ഒന്നാണ് വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആഗമനം എന്ന് പറയുന്നത്. അത് എല്ലാ വിശ്വാസികളുടെയും യഥാർത്ഥ വിശ്വാസികളുടെയും അവസ്ഥയാണ്. കാരണം ഈ ലോകത്ത് നാം ഏറ്റവും പിരിശപ്പെടേണ്ട സൃഷ്ടി ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ ഏറ്റവും പിരിശപ്പെടുന്നതും അവിടുത്തെയാണ്. അപ്പൊ ആ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഇന്ന് ആഗതമാകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പോ മുഹറമാണ് നമ്മുടെ വർഷാരംഭം. ആ മുഹറം പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ചിന്തയും ചിത്രവും ഒക്കെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടതാണ്. ഈ റബീഉൽ അവ്വൽ എങ്ങനെ ആഘോഷിക്കണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം, കേൾക്കണം, പഠിക്കണം, അതിനുള്ള വേദികൾ ഒരുക്കണം. ഇതാണ് ഒരു ഈമാനിന്റെ ചെറിയൊരു ഘടികയുള്ള എന്ന് പറഞ്ഞാൽ ഈമാൻ പല തട്ടാണല്ലോ. ഈമാൻ ഏറ്റക്കുറച്ചിലിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെയുണ്ട്. അപ്പൊ ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഈ ആലോചനയാണ് അവന്റെ ഖൽബിലുണ്ടാകുക. അതങ്ങനെയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും പിരിശപ്പെടുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്താണ് റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ ഇவ்விதം നമ്മൾ സന്തോഷിക്കുന്നത്? വൈവിധ്യങ്ങളായ രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ റബീഉൽ അവ്വൽ കൊണ്ടാടുന്നത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് റബീഉൽ അവ്വൽ അങ്ങനെ ആഘോഷിക്കാൻ എന്താണ് പ്രമാണം? എന്താണ് റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള യുക്തി? ഞാൻ ഈ പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ ഏറ്റവും വലിയ മഹബൂബ് ജന്മം കൊണ്ട് ഉദയം ചെയ്തു എന്നുള്ളതാണ് റബീഉൽ അവ്വലിന്റെ പ്രത്യേകത. റബീഉൽ അവ്വൽ കൊണ്ടാടുന്നതിന്റെ യുക്തി ആ തങ്ങളെ കൊണ്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് അനേകം അസംഖ്യം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എത്രയാണ് എന്ന് തിട്ടപ്പെടുത്താൻ ഒരുമ്പെട്ടാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരുങ്ങിയാൽ ഒരിക്കലും അത് വ്യക്തപ്പെടുത്തുക നിങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം എടുത്തു നോക്കൂ നിങ്ങൾ. കണ്ണ് ഉദാഹരണം. ഈ കണ്ണ് മുഖാന്തിരം കണ്ണ് വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹങ്ങൾ നമുക്കിവിടെ ചെയ്തു തിരിക്കുന്നു. إذا أردت أن تعرف قدر نعم الله عليك فاغمض عينيك. ഇമാമുകൾ പറഞ്ഞത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ വലിപ്പം അറിയണോ? നീ നിന്റെ രണ്ട് കണ്ണുകളും ഒന്ന് ചിമ്മി നോക്കൂ മനുഷ്യ, കൂട്ടി നോക്കൂ. മുന്നിലാകെ ഇരുട്ടാണ്, ആരെയും കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, മൊബൈലിൽ നോക്കാൻ കഴിയുന്നില്ല, ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല, മുന്നിൽ ഇഴജന്തുക്കളുണ്ട് കാണാൻ കഴിയുന്നില്ല. ഈ ഒരൊറ്റ അവയവം, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ മാത്രം ചിന്തിച്ചാൽ അത് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാനും മനസ്സിലാക്കി തീർക്കാനും കഴിയുമോ? ഇല്ല. ഈ കണ്ണിലൂടെ അല്ലേ നാം നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ കാണുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദർശിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞ നിഅമത്തുകൾ അനേകങ്ങളാണ്, കുറച്ചല്ല. ഈ നിഅമത്തുകളെല്ലാം വലിയ നിഅമത്തുകളാണ്, ഗണ്യമായ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഈ നിഅമത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്നറിയുമോ? ഏറ്റവും ഗണ്യമായ അനുഗ്രഹം ഏതാണെന്നറിയുമോ? പഠിച്ചു വച്ചോ. ആരോഗ്യമല്ല, സമ്പത്തല്ല, സന്താനങ്ങളല്ല, വാസയോഗ്യമായ സുന്ദരമായ സൗകര്യപ്രദമായ വീടല്ല, സഞ്ചരിക്കാൻ നല്ല സുഖമുള്ള വാഹനമല്ല. പിന്നെ എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദയമാണ്. ഉമ്മമാരെ, നിങ്ങൾ ഇവിടെ ജനിച്ചതും നിങ്ങൾക്ക് മക്കളുണ്ടായതും ഭർത്താവിന് ലഭിച്ചതും സമ്പത്ത് ലഭിച്ചതും വീട് ലഭിച്ചതും എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ, എന്തെല്ലാം മുസ്ലിമാത്തുകൾ നിങ്ങളെ തൊട്ട് നീങ്ങിപ്പോകുന്നുണ്ടോ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായിട്ടാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്ത് ആൽ ഇംറാനിലെ 164-ാമത്തെ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മേലിൽ,
അവരിൽ ഒരു റസൂലിനെ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുക വഴി. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല. റബീഉൽ അവ്വൽ കൊണ്ടാടുന്നതിന്റെ പ്രമാണം എന്താണ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള മറുപടി എന്താണ്? റബീഉൽ അവ്വലിൽ നാം ചെയ്യുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അല്ലേ? ഒരു അനുഗ്രഹം ലഭിച്ച ദിവസം അന്ന് സന്തോഷിക്കണം, നന്ദി പ്രകാശിപ്പിക്കണം എന്നത് ശർഇന്റെ നിർദ്ദേശമല്ലേ? ആർക്കാണ് അതിൽ തർക്കം? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്നത് അല്ലാഹുവും റസൂലും അടിക്കടി ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മളോട് നിരന്തരം ആവശ്യപ്പെട്ടതല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച ദിവസം എന്തെങ്കിലുമൊക്കെ മിഠായി കൊടുത്തിട്ടാണെങ്കിലും ഒരു സന്തോഷം പ്രകടിപ്പിക്കാറില്ലേ? ഫിഖഹിന്റെ കിതാബിന് ശുക്റിന്റെ സുജൂദ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ? വലിയ വല്ല അനുഗ്രഹങ്ങളും ലഭിക്കുകയും വല്ല മുസീബത്തുകളും തട്ടിപ്പോകുകയും ചെയ്താൽ സുജൂദ് സുന്നത്താണ്, ശുക്റിന്റെ സുജൂദ്. എന്നാൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറവിയാണ്. അതിനേക്കാൾ വലിയ നിഅമത്ത് ഇവിടെയില്ല. ഈ ലോകം പടക്കപ്പെട്ടത്, ഇവിടെയുള്ള സർവ്വ സൃഷ്ടികളും പടക്കപ്പെട്ടത് നബിതങ്ങൾക്ക് വേണ്ടിയാണ്. وكيف تدعو إلى دنيا ضرورة من لولاه لم تخرج دنيا من العدم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ പടക്കാനുള്ള പ്ലാനില്ലായിരുന്നുവെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഈ ദുനിയാവ് സൃഷ്ടിക്കപ്പെടുകയില്ല, പടക്കപ്പെടുകയില്ല. أنت الذي لولاك ما خلق امرؤ كلا ولا خلق الورى لولاك. തങ്ങളെ തങ്ങളില്ലെങ്കിൽ ഈ ഭൂമിയില്ല, ആകാശമില്ല, മലക്കുകളില്ല, മറ്റു സൃഷ്ടികളില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാമല്ലോ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓതിപ്പോകുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സ്വർഗത്തിൽ ഇങ്ങനെ താമസിച്ചു വരുമ്പോ ഒരു വൃക്ഷത്തെ ചൂണ്ടി അല്ലാഹ് പറഞ്ഞു, ആ വൃക്ഷത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും അടുത്തു പോകരുത്. ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവിയോടും അല്ലാഹ് പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അങ്ങനെ അടുത്തു പോയാൽ നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടുപോകും. അല്ലാഹുവിന്റെ മശീഅത്ത് പ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിലക്കപ്പെട്ട കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം ഭക്ഷിച്ചു. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പ്രത്യക്ഷത്തിൽ അതൊരു ദോഷത്തിന്റെ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം കാട്ടും പോലെയാണ്. അപ്പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കി. നിങ്ങളൊക്കെ അറിയുന്ന സംഭവമാണ്. ആ തന്റെ പക്കൽ നിന്ന് വന്നുപോയ തെറ്റല്ല, തെറ്റിന്റെ രൂപത്തിലുള്ള ആ ഒരു സംഗതി അത് റബ്ബൊന്ന് മാപ്പാക്കി തരാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്യുന്നു. എങ്ങനെയാണ്? അസ്അലുക ബിഹഖ്ഖി മുഹമ്മദിൻ ഇല്ലാ മാ ഗഫർത ലീ. പടച്ചവനേ, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണം അല്ലാഹ്. അല്ലാഹുവിന്റെ ചോദ്യം, കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു. ആദമേ, നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയത്? ഞാൻ അവിടത്തെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആദം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ലമ്മാ ഖലഖ്തനീ ബിയദൈക വനഫഖ്ത ഫീ റൂഹക. പടച്ചവനേ, നീ എന്നെ സൃഷ്ടിക്കുകയും എന്നിൽ ആത്മാവിനെ നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ, ഞാൻ കണ്ണുയർത്തി മേൽപോട്ട് നോക്കിയപ്പോൾ فرأيت على قوائم العرش مكتوبا لا إله إلا الله محمد رسول الله.
അർശിന്റെ തൂണുകളിൽ അതാ ഞാൻ കാണുന്നു എഴുതി വെക്കപ്പെട്ടതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ എന്നെ സൃഷ്ടിച്ച് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോ അർശിന്റെ തൂണുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ നാമം, അതോടൊപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമവും. ഞാൻ മനസ്സിലാക്കി നിന്റെ പേരിനോടുകൂടെ നീ ഒരു പേര് ചേർത്ത് വെക്കണമെങ്കിൽ സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ അവിടത്തെ കൊണ്ട് ഇടതേടിയത്. അപ്പൊ അല്ലാഹു പറഞ്ഞു, നഅം ആദമേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്. അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ, അവിടത്തെ പടക്കാൻ നിശ്ചയമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കില്ല ആദമേ. وأفضل من في الكون راح باغتدى تخيرته من قبل خلقك سيدا وألبسته قبل النبيين سودا. നിങ്ങൾക്ക് മുമ്പേ നമ്മൾ അവിടത്തെ ഒളിവിനെ സൃഷ്ടിച്ചു, പ്രകാശം. അതിൽ നിന്നാണ് ഇവിടെ എല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടത്. അതൊക്കെ പിന്നെ സംസാരിക്കാം, വലിയ വിഷയമാണ്. അപ്പൊ കണ്ടോ, ആദം നബി അലൈഹിസ്സലാം ഇടതേടുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. ആ തങ്ങളെ കൊണ്ടാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. ഇവിടെ എല്ലാം, അത് ആദ്യം മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തും സന്താനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈക്കാണ് ഇവിടെ ലഭിക്കുന്നത്. തങ്ങൾ അതിന്റെ നിമിത്തമാണ്, തങ്ങളാണ് അതിന്റെ കാരണം. അപ്പൊ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണ്ടേ? ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാത്തവനേക്കാൾ അതപ്പതിച്ചു പോയവൻ, നന്ദി കെട്ടവൻ വേറെ ആരാണ്? പ്രിയമുള്ള ഉമ്മമാരെ, അപ്പൊ ചില ആളുകൾ റബീഉൽ അവ്വലായാൽ അവർക്ക് ഇളക്കം തുടങ്ങും. എന്താ നബിദിനം അനിസ്ലാമികം, നിബിധങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ? വയനാട്ടിൽ എത്ര ആളുകൾ മരണപ്പെട്ടില്ലേ, ആഘോഷിക്കണോ എന്നൊക്കെ ചോദിക്കും. ചോദ്യം കേൾക്കാൻ എന്താ രസം? ചോദ്യം കേൾക്കാൻ എന്താണ് രസം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ പ്രമാണം വിലയാ. നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ മുഹറം നോമ്പെടുക്കുന്ന ആളുകളല്ലേ? നമ്മളൊക്കെ എടുത്തില്ലേ? അതോലാക്കട്ടെ, മുഹറം 10 എന്ന് നമ്മൾ നോമ്പെടുത്തല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാർ മുഹറം 10 എന്ന് നോമ്പെടുക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്ന് നോമ്പെടുക്കുന്നത്? എന്താണ് നോമ്പെടുക്കുന്നത്? അവര് പറഞ്ഞു, മുഹമ്മദ് നബിയെ ഇതേതാണ് ദിവസം എന്നറിയുമോ? യൗമുൻ അഗ്റഖ അല്ലാഹു ഫീഹി ഫിർഔന വനജാ മൂസാ. മുഹറം 10 എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മൂസാ പ്രവാചകന്റെ കഠിന ശത്രുവായ ഫറോവയെ കടലിൽ മുക്കി കൊന്നുകളഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വിജയം നൽകിയത്, രക്ഷ നൽകിയത് മുഹറം 10 എന്നാണ്. വനഹ്നു നസൂമുഹു ശുക്റൻ ലില്ലാഹ്. അപ്പൊ അതിന് നന്ദിയായിട്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണ്. എന്താ പറഞ്ഞത്? മുഹറം 10 അന്ന് നോമ്പ് നോൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ ദിവസത്തിലാണ് ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഠിന ശത്രുവായ ഫറോവ, അവനെ അല്ലാഹു കടലിൽ മുക്കി കൊന്നുകളഞ്ഞു. മൂസാ നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തി. അപ്പൊ അതിന് ശുക്റായിട്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതുന്നു, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രി ലില്ലാഹി തആല അലാ മാ മന്ന ബിഹി ഫി യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫഇ നിഖമാ വയുആദു في نظير ويعاد ذلك في نظير ذلك اليوم من كل سنة. ഈ ഹദീസിന്റെ പാഠം, ഈ ഹദീസ് നൽകുന്ന പാഠം എന്താണ്? എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുകയോ
ഒരു മുസീബത്ത് വിപത്ത് നീങ്ങിപ്പോകുകയോ ചെയ്ത ദിവസം അല്ലാഹുവിന് പ്രത്യേകം ശുക്ർ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കണം. വർഷാന്തം ആ ദിവസത്തിൽ തുല്യമായ ദിവസം അതങ്ങനെ ആചരിച്ചു കൊണ്ടിരിക്കണം എന്നതിന് വ്യക്തമായ പ്രമാണം ഈ ഹദീസിലുണ്ട്. ഇതാണ് നബിദിനാഘോഷത്തിന്റെ വലിയൊരു പ്രമാണമായി ഹാഫിസുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് തെളിവ് പറയുന്നില്ല, നമ്മളൊക്കെ സുന്നികളാ. നബിദിനാഘോഷം എത്രമാത്രം വിപുലമായി കൊണ്ടാടാൻ കഴിയോ അങ്ങനെ കൊണ്ടാടുന്ന ആളുകളാണ് നമ്മൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ഇത് കൊണ്ടാടണോ എന്തിനാണിത് എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ചൊറിയും. അത് അന്ന് ഇബ്ലീസ് ചൊറിഞ്ഞതാ. അന്ന് ഇബ്ലീസ് അവരൊരു ഇറക്കണ്ടായി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 4 സമയത്താണ് കരഞ്ഞത്. വലിയ ശബ്ദമുണ്ടാക്കി 4 ഘട്ടങ്ങളിൽ ഇബ്ലീസ് ആർത്ത് കരഞ്ഞു എന്ന് കാണാം. പഠിച്ചു വെച്ചോളൂ. ഇനി റബീഉൽ ക്വിസിന് ചോദ്യം ഉണ്ടാവും. ആരെങ്കിലൊക്കെ ഓരോ പൊട്ടത്തരം ഇങ്ങനെ ചോദിക്കും. മദീനത്ത് പൈപ്പൂട്ടിപ്പോ നേരാക്കിയത് ആരാണ്? ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോ ജനാസ സംസ്കാരത്തിന് ഇമാം എന്നത് ആരാണ്? അങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒച്ച വെച്ച് കരഞ്ഞ 4 ഘട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മൈക്കിലൂടെ ബോക്സിലൂടെ ഒന്ന് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കണ്ട? ഉണ്ടോന്നില്ലാന്ന് ഞാൻ കേൾക്കണില്ല. എന്നാ പറയും. വേറൊരു മനുഷ്യ പടങ്ങിയ ഞാനും നമ്മള് 2 കൂട്ടരും വേണ്ടെന്ന് വെച്ചത് നടക്കൂല. അപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഒച്ച വെച്ച് കരഞ്ഞത് 4 ഘട്ടങ്ങളിലാണ്. 4 ഘട്ടങ്ങളിൽ. അതിലൊന്ന് എപ്പോഴാണെന്നറിയോ? അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്താണ്. മറ്റൊന്ന് അവൻ ശപിക്കപ്പെട്ട സമയത്താണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിലെ അത് അവതരിച്ച സമയത്താണ്. സൂറത്തുൽ ഫാത്തിഹ ചില്ലറ സൂറത്തല്ല. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്. നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമായ സൂറത്താണ്. മന്ത്രിക്കാൻ ഏറ്റവും നല്ല സൂറത്താണ്. ഉസ്താദേ കണ്ണേറിന് എന്ത് ചൊല്ലിയാണ് മന്ത്രിക്കുക? സൂറത്തുൽ ഫാത്തിഹ കണ്ണേറിനും എല്ലാ ദുരന്തങ്ങൾക്കും മന്ത്രിക്കാനുള്ള വലിയ മന്ത്രമാണ്. അതേ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും കൂടി മന്ത്രിച്ചാൽ കണ്ണേർ നീങ്ങിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് ഞാനത് പറയുന്നത് നിങ്ങളതൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. കണ്ണേർ സത്യമാണ്. വിശുദ്ധമായ ഹദീസിൽ എത്രയാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഇബ്ലീസ് കരഞ്ഞത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയം, മറ്റൊന്ന് അവൻ ശപിക്കപ്പെട്ട സമയം, മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ച സമയം. പിന്നെയോ 4മതൊരു ഘട്ടമാണ് ഹീന മുലിദ നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആറ്റരായ ആരംഭക്കനിയായ ഹബീബ് ജനിച്ച സമയം. നബി തങ്ങൾ ജനിച്ചപ്പോൾ ഇബ്ലീസ് ഒച്ചയിട്ട് കരഞ്ഞു. ലിമൗലിദിഹി ഖദ് റന്ന ഇബ്ലീസു റന്നതൻ ഫസ്ഹബൻ ലഹു മാലാ യുഫീദു റനീനുഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നേരം ഇബ്ലീസ് ഒച്ച വെച്ച് കരഞ്ഞു. എന്ത് കിട്ടി? കരഞ്ഞിട്ട് ഫലമുണ്ടായില്ല. അപ്പൊ ആ കരച്ചിലാണ് ഇപ്പോഴും ചില ആളുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. റബീഉൽ-അവ്വലായ അപ്പകിട്ട് അളവും പിറ മൗലിദുകളും നബി ആഘോഷിച്ചിട്ടുണ്ടോ? അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ ആനുണ്ടോ ചേരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾ അവഗണിക്കുക. റബീഉൽ-അവ്വൽ അതിന് ഇമാം ഖുസ്തുലാനി റളിയല്ലാഹു അൻഹു അൽ-മവാഹിബുൽ ദുനിയയിൽ പറഞ്ഞു. എന്തെന്നറിയോ? ഈ റബീഉൽ-അവ്വൽ മാസം സാമൂഹികമായി കൊണ്ടാടണം. മഹാനവറുകൾ തന്റെ അൽ-മവാഹിബുൽ ദുനിയ എന്ന് പറയുന്ന കിതാബിൽ ഇത് വിശദമായി പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു എന്ത്? വമിമ്മാ ജുദ്ദിബ മിൻ ഖവാസിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കഴിച്ചാൽ ലഭിക്കാൻ പോകുന്ന നേട്ടം എന്താണെന്ന് അറിയുമോ?
അന്നഹു അമാനൻ ഫീ ദാലികൽ ആം. ആ വർഷം മുഴുക്ക സുരക്ഷയാണ്, അപകടങ്ങളെ ഭയപ്പെടേണ്ട. അപ്പൊ ചോദിക്കും, ഉസ്താദേ വയനാട്ടിലെ ആളുകളൊന്നും മൗലിദ് ഓതിയില്ലേ? അതെന്തു ചോദ്യമാണ്? അല്ലാഹുവിന്റെ അദാബ് നിന്നിലേറി വന്നാൽ എന്നൊരു പാട്ടിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ ഖളാ എപ്പോഴായാലും നടക്കേണ്ടത്. ദീർഘായുസ് തരണേ തരണേ നമ്മൾ ദ്വാരക്കുണ്ട് ബൈബിളിൽ. ഡോക്ടറെ കണ്ടിട്ട് ഞാനും നിങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, രോഗം എപ്പോഴും സുഖപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഖളാ, അതിന്റെ സമയത്ത് അതിന്റെ മുറ പോലെ നടക്കും. അതിന് ചില വഴികൾ നമ്മൾ സ്വീകരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, എന്നാ എത്ര അവധി കിട്ടിയിട്ടുണ്ട്, എത്ര സുരക്ഷ ഉണ്ട്. ആ നാട്ടിൽ ഇനിയും ബാക്കിയായ ആളുകളുണ്ടല്ലോ, അതിനേക്കാൾ വലിയ അദാബ് ഒന്നില്ലല്ലോ എന്ന് സമാധാനിക്കണം തന്നെ. ഏതൊരു മുസീബത്ത് വന്നാലും അവിടെ 5 ഗുണങ്ങൾ വിശ്വാസിക്കുന്നുണ്ട്. അതിലൊന്ന്, പടച്ചവനെ ഇതെന്റെ ദീനിനെ ബാധിക്കുന്ന മുസീബത്തായില്ലല്ലോ എന്ന് ചിന്തിക്കണം. കാരണം എന്താ, ദീനിനെ ബാധിക്കുന്ന മുസീബത്താണെങ്കിൽ തല പോയിട്ട് ബാക്കി ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റൊന്ന്, ഇതിനേക്കാൾ വലുതൊന്നും വന്നില്ലല്ലോ എന്ന് ചിന്തിക്കണം. ബാപ്പയും ഉമ്മയും സഹോദരന്മാരും ഒക്കെ പോയി, ഒരു കുഞ്ഞി മാത്രം ബാക്കിയായാൽ ഇത് പോയില്ലല്ലോ എന്ന് സമാധാനിക്കണം. അങ്ങനെ ഇസ്ലാമിക നിയമം. അല്ലാഹു മരണപ്പെട്ടവർക്ക് വിശ്വാസികൾക്കൊക്കെ ഷഹാദത്ത് നൽകട്ടെ, ബാക്കിയുള്ളവർക്ക് ക്ഷമയും റാഹത്തും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്യാദി അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് നമ്മയും അവരെയും എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ മൗലിദ് ഓതിയാൽ ഉള്ള നേട്ടം അത് ആ വർഷം മുഴുക്ക സുരക്ഷയാണ്. ഇന്നയോ ലക്ഷ്യങ്ങളൊക്കെ സഫലീകൃതമാകും, ലക്ഷ്യങ്ങളൊക്കെ പൂവണിയും എന്നതിനെ കുറിക്കുന്ന ഒരു മുന്നറിയിപ്പുള്ള ഒരു മുൻകൂർ സന്തോഷ വാർത്തയാണ്. ആ മൗലിദ് കഴിച്ചാൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. മദീനയിലേക്ക് നമ്മളെത്തും, മദീനയിലേക്ക് നമ്മളെത്തും. പിന്നെയോ, എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ. എന്താണ് അയാൾ ചെയ്തത്? ഇത്തഖദ ലയാലിയ ശഹരി മൗലിദിഹി അൽ മുബാറക് യഅയാദ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ റബീഉൽ അവ്വൽ മാസം മുഴുക്കെ അയാൾ ആഘോഷമാക്കി. എന്തിനു വേണ്ടി? ലിയകൂന അശദ്ദ ഇല്ല അലാ മൻ ഫീ ഖൽബിഹി മറദ് വഅയാദ. മനസ്സിൽ രോഗമുള്ളവരെ രോഗം അതങ്ങട്ട് ഇളകി തീവ്രമാകട്ടെ. അതിന് മൗലിദ് നന്നായി കഴിക്കണം എന്നാ പറയുന്നത്. ഇളകുന്നവരെ കണ്ട് ഇടകട്ടെ, ഇളക്കത്തിന് കൊടുക്കണ്ടാവുമല്ലോ. അപ്പൊ അതാണ്, അങ്ങനെ ഇളകുന്ന ആളുകളെ കണ്ട് മൗലിദ് മാറ്റി വെക്കില്ല വേണ്ടത്, ഉഷാറായിട്ട് കഴിക്കുകയാണ് വേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ എക്കാലത്തെയും പഴക്കമാണ്. ഇമാം ഖുസ്തുലാനി എഴുതുന്നു, വലാ സാല അഹ്ലുൽ ഇസ്ലാമി, മുസ്ലിങ്ങളായിക്കൊണ്ടേയിരുന്നു നബി തങ്ങളുടെ ജന്മമാസം അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ ജന്മമാസത്തിൽ സമ്മേളിച്ച് അവർ നല്ല സദ്യകൾ ഉണ്ടാക്കും. ആ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിൽ അവർ വ്യത്യസ്തങ്ങളായ ദാനധർമാദികൾ ചെയ്യും. അവർ സന്തോഷം പ്രകടിപ്പിക്കും. അവർ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നബി തങ്ങളെ മൗലിദ് ഓതാൻ അവർ പ്രത്യേകം പരിഗണിക്കും. അതിന്റെ ബറക്കത്ത് അവർക്ക് വലിയ തോതിൽ വെളിവാകും. അപ്പോ റബീഉൽ അവ്വൽ സജീവമായി കൊണ്ടാടുകയാണ് വേണ്ടത്. അതിന്റെ മറ്റു പ്രമാണങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയാണ് നമ്മൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നതിലൂടെ. ഈ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ അവിടെ ചണ്ട കൊണ്ടൊന്നുമല്ല. പിന്നെന്താ, നബി തങ്ങളെ മൗലിദ് ഓതുന്നു, ആ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു, മറ്റു സുഹൃത്തുക്കൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യേണ്ടതെന്നല്ലേ, പ്രതിഫലാർഹമായ വലിയ കാര്യമല്ലേ. നബി തങ്ങളുടെ ജന്മത്തേക്കാൾ വലിയ സന്തോഷം വേറെ എന്തെങ്കിലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? ഒരു മനുഷ്യൻ നബി തങ്ങളെ കുറിച്ച് എത്ര കണ്ട് മനസ്സിലാക്കുന്നുവോ അത്ര കണ്ട് അയാൾക്ക് നബി തങ്ങളോട് സ്നേഹം വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നബി തങ്ങളെ എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ പറയുമ്പോ തന്നെ പറയാം, അല്ലാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ വരാക്കെ പറച്ചിലേ ഉള്ളൂ, അല്ലേ? ഖൽബിലെ സ്നേഹമുണ്ടോ?
ഒരാൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, അയാൾക്ക് നബി തങ്ങളെ കുറിച്ച് എത്രമാത്രം അറിയാം അത്ര കണ്ട് അതങ്ങനെ വർദ്ധിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ സമുദായത്തിൽ നബി തങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ സ്വഹാബാക്കളായി മാറിയത്. കാരണം എന്താണ്? അവരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. സ്വഹാബാക്കളെ കൂട്ടത്തിൽ തന്നെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ് നബി തങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള ആൾ. ഈ സമുദായത്തിൽ നബി തങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള ആളാരാ? സിദ്ദീഖ് അക്ബർ തങ്ങളാണ്. ആ ചരിത്രം പറഞ്ഞ തീരൂ. അതൊക്കെ നമുക്ക് ഒരു വിശദമായിട്ട് പറയാം. എത്രയാണ് തങ്ങളോടുള്ള ആ സ്നേഹം. നബി തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്ന് സ്ത്രീകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ത്രീകളെ നല്ല സ്ത്രീകളെ ഇഷ്ടമാണ്. നല്ല സ്ത്രീകളെ എന്ന് പറഞ്ഞത് സ്ത്രീകളൊക്കെ നല്ലവരാകണം എന്നത് കൊണ്ടാണ്. നബി തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് സ്ത്രീകളെ. അപ്പൊ നിങ്ങൾ ഒരാഴത്തായില്ലേ, നിങ്ങളുടെ വർഗത്തിൽ നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അതേസമയം നരകത്തിൽ തങ്ങൾ ചെന്ന സമയത്ത് കൂടുതൽ കണ്ടതും പെണ്ണുങ്ങളായിരുന്നു ഹദീസിലുണ്ട്, ബുഖാരിന്റെ തുടക്കത്തിൽ തന്നെ. അതിന് പറഞ്ഞ കാരണം ഭർത്താക്കന്മാരോട് വല്ലാതെ നന്ദികൾ ഈ പെണ്ണുങ്ങൾ കാട്ടുന്നതാണ്. ബുഖാരിയിൽ തന്നെ കാണാൻ നബി തങ്ങൾ പറഞ്ഞതായിട്ട്, എന്ത് ഖൈറ് ചെയ്തു കൊടുത്താലും പറ്റാത്ത ഒന്ന് കണ്ടാലും പെണ്ണ് ഉടനെ പറയും, നിങ്ങളിൽ നിന്ന് ഞാനൊരു നന്മയും കണ്ടിട്ടില്ല. പെണ്ണിന് ഒരു ജിബിലിയായ പ്രകൃതാണ്, അങ്ങനെ അവരുടെ സ്വഭാവം ഉണ്ടാകുക. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് 100% നല്ല സ്വഭാവമുള്ള പെണ്ണ് ദുനിയാവിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താ പറയാ, ഈ വയറ് വെളുത്ത കാക്ക, ചിറക് വെളുത്ത കാക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു അപൂർവമാണ്. ഈ പിരക്ഷങ്ങളൊക്കെ ഗൾഫിൽ പറഞ്ഞത് കാണാം. ദുസ്വഭാവമുള്ള പെണ്ണിനെ തൊലാത്ത് ചൊല്ലാൻ പറ്റുമെന്നുള്ള ചർച്ചയും ഇനി പിരക്ഷങ്ങൾ ഗൾഫിൽ പറയാൻ സഹിക്കാൻ കഴിയാത്ത വിധമുള്ള ദുസ്വഭാവം ഉണ്ടോ നോക്കണം. കാരണം എന്താ, ദുസ്വഭാവം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാ. മൊത്തത്തിൽ വർഗത്തിന്റെ കാര്യം പറയണം. ഇരിക്കട്ടെ, എവിടെ നിങ്ങളെ പറയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾ. തങ്ങൾ പറഞ്ഞില്ലേ, സ്ത്രീകൾ വലിയ ഷറഫുള്ളവരാണ്. മക്കളെ സംരക്ഷിക്കുന്നു, ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നു, വീട്ടുജോലികൾ എടുക്കുന്നു. അവർ ഈ ഭർത്താക്കന്മാരോട് കാട്ടുന്ന നന്ദികളില്ലായിരുന്നെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് ഓടിപ്പോയേനെ എന്ന ഹദീസിൽ കാണാം. ഇരിക്കട്ടെ, ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ കേട്ടോ, ഞാൻ എവിടെ പെണ്ണുങ്ങളെ കുറ്റം പറയാറില്ല. കുറെ മൂല്യന്മാർ സ്റ്റേജിൽ കയറിയിട്ട് ഭാര്യമാരെങ്ങനെ കുറ്റം പറയും. ഞാൻ എപ്പോഴും പറയാറ്, ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ വഴങ്ങു പറയണം എന്നാ പറഞ്ഞു. പറയുന്നത് ഞാൻ രണ്ടും പറയാറുണ്ട്. ഭർത്താക്കന്മാർക്കുള്ള കടമയും പറയും, ഭാര്യമാർക്കുള്ള കടമയും പറയും. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതല്ലാതെ മൂല്യന്മാർ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒഴുക്കുള്ള കടമകൾ മാത്രമേ പറയുള്ളൂ. അത് ശരിയല്ല, ഭർത്താക്കന്മാർക്കും കടമാണ്. അതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ത്രീകളെ നല്ല ഇഷ്ടമാണ്. മറ്റൊന്ന് സുഗന്ധം നബി തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അത് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ അടിച്ചു പോകണ്ട. സ്ത്രീയുടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിന്റെയും അവൾക്ക് കെട്ടുബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ അവിടെ അടിച്ചു വീശാനുള്ളതാണ്. ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ഭർത്താവിന്റെ മുന്നിലേക്ക്, അതിന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൊതുവെ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുവദനീയമാക്കപ്പെടും. ഇപ്പൊ ഈ കൺപുരികം പ്ലഗ് ചെയ്യാൻ ഒരു സംഗതി എന്തൊക്കെ കുറെ കുന്താണ്ടപ്പുണ്ടല്ലോ. മുഖത്ത് പെയിന്റ് അടിച്ചിട്ടൊക്കെ ഉള്ള ഓരോ സംവിധാനങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഈ പുരികം പ്ലഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതേസമയം ഭർത്താവിന്റെ സമ്മതത്തോടെ ഭർത്താവിന്റെ മുന്നിൽ അഴകാകുക എന്നതിലൊക്കെ പെണ്ണിനത് ചെയ്യാൻ അനുവദനീയമാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ നരച്ച മുടിക്ക് കറുത്ത ചായം കൊടുക്കൽ ഹറാമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറ്റില്ല. യുദ്ധാവശ്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അഹ്മദ് റംലി തങ്ങൾ പറഞ്ഞത് കാണാം. ഒരു പെണ്ണിന് ഭർത്താവിന്റെ മുന്നിൽ അഴകാകാൻ വേണ്ടി അങ്ങനെ കറുത്ത ചായം കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അഹ്മദ് റംലിയുടെ അഭിപ്രായം കാണാം. ഇത് ഞാൻ പറഞ്ഞതിനറിയൂ. അതായത് ഭർത്താവിന്റെ മുന്നിലാണ് സ്ത്രീ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ കല്യാണത്തിനോ തക്കാരത്തിനോ അല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കണ്ടുള്ള സ്പ്രേ അടിച്ച് വീശിയിട്ട് കുളിച്ച് വെടിപ്പായി പോയാൽ മതി. പോകുമ്പോ അതിനെ പറ്റിയാതൊക്കെ അവിടെ പോകേണ്ട മസാല വേറെ കുറെ ശ്രദ്ധിക്കേണ്ടതല്ലേ. നമുക്ക് പിന്നെ പറയാൻ കാരണം. അപ്പൊ ഈ നബിതങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം പറഞ്ഞു, നിസ്കാരത്തിൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നു.
പ്രയാസം വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഇവിടെ വിശദീകരിച്ചത് കാണാം. നബി തങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിസ്കാരത്തിലേക്ക് നിൽക്കലാണ്. നമുക്ക് പ്രയാസം വന്നാൽ എന്താ? ഓരോരുത്തർക്കും ഓരോന്നാ. നമ്മളാവുകൊണ്ട് പിന്നെ മദ്യപിക്കുന്നില്ല. ചില ആൾക്കാർ പറയും മദ്യപിച്ച ടെൻഷനൊക്കെ പോകും. ചില ആളുകൾ പുക വലിക്കും. ഓരോരുത്തർക്കും ഓരോന്നാണ്. ചില ആളുകൾക്ക് സ്വലാത്തില്ല, ചില ആളുകൾക്ക് ഖുർആനുണ്ട്, ചില ആളുകൾക്ക് നിസ്കരിക്കുക. നിസ്കാരമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം. ടെൻഷൻ വരുമ്പോൾ നിസ്കരിക്കും. അപ്പൊ നബി തങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്നെന്താണെന്നറിയുമോ? അന്നദുറു ഇലാ വജ്ഹിക്കൽ കരീം, തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇമവട്ടാതെ നോക്കലാണ്. സൂര്യചന്ദ്രാദികൾ തോറ്റുപോകുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഈ സുന്ദരമായ മുഖകമലമില്ലേ, ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇമവട്ടാതെ നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആ മുഖം കണ്ട ഒരാൾ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ചന്തമാണ്. പറഞ്ഞില്ലേ കഅന്നശംസ തജ്രി ഫീ വജ്ഹിഹി, നബി തങ്ങളുടെ മുഖത്തിലൂടെ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കും പോലെ ഓവർ വട്ടമില്ലാത്ത ഒരു ചെറിയ വൃത്തത്തിലുള്ള മുഖമാണ്. എന്തൊരു ചന്തമാണ്, എന്തൊരു സൗന്ദര്യമാണ്. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. മറ്റൊന്നോ തങ്ങളുടെ മേൽ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമ്പത്ത് സമാഹരിക്കുക. എനിക്ക് വേണ്ടിയല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയല്ല, നാട് ചുറ്റി കാണാനല്ല, നല്ല മൊബൈൽ മേടിക്കാനല്ല, നല്ല വാഹനങ്ങൾ മേടിക്കാനല്ല. പിന്നെയോ യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ്. തങ്ങൾക്ക് തൃപ്തിയുള്ള കാര്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവാക്കാൻ, സമ്പത്ത് സമാഹരിക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 40,000 സ്വർണ്ണനാണയം സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് മുഴുക്കെ നബി തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഹിജറക്ക് വേണ്ടി പോകുമ്പോ, ഹിജറ പോകുന്ന സമയത്ത് സുദ്ദീഖേ, നിങ്ങളിപ്പോ പോകണ്ട, ഞാനും ഉണ്ടാകും, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബുഖാരിയുടെ ഹദീസാണ്. തങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിലപിടിപ്പുള്ള 2 മൃഗങ്ങളെ വാങ്ങി സഞ്ചരിക്കാൻ ഒട്ടകങ്ങളെ മേടിച്ചു. അതിന് തീറ്റ കൊടുത്തു വളർത്തി. മിച്ചം വന്ന സ്വത്തും സമ്പത്തും വഹിച്ചാണ് രാത്രിയിൽ ഹിജറ പോകുന്നത്. അന്ന് ബാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല. അബൂ ഖുഹാഫ എന്ന് മുസ്ലിമായിട്ടില്ല. അബൂ ഖുഹാഫ വന്ന് മക്കളോട് ചോദിച്ചു, മക്കളെ, ആ സുദ്ദീഖ് മുഹമ്മദിന്റെ പറക കൂടിയിട്ട് സർവ സമ്പത്തും എടുത്തു പോയല്ലേ? അപ്പൊ ബുദ്ധിമതിയായ മകളുണ്ട്, ബീവി അസ്മാ, ഒരു ശീലയിൽ കുറച്ച് ചരൽക്കല്ലുകൾ നിറച്ചു. അവിടെയുള്ള ഒരു ദ്വാരം വെളിപ്പെടുത്തി വെച്ചു. അബൂ ഖുഹാഫക്ക് കണ്ണു കാണൂല, സുദ്ദീഖുൽ അക്ബർ നിങ്ങളുടെ ബാപ്പാക്ക് കണ്ണു കാണൂല. വല്യപ്പയുടെ ഉപ്പാപ്പയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കിടിയിൽ ഇങ്ങനെ തട്ടിച്ചു പറഞ്ഞു, സമ്പത്ത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ടുണ്ട്, മുഴുക്ക കൊണ്ടുപോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നബി തങ്ങളെ സ്നേഹിച്ചയാളാണ് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞില്ലേ, സുദ്ദീഖുൽ അക്ബറിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. എനിക്ക് സ്വന്തം മകളെ കെട്ടിച്ചു തന്നയാളാണ് സുദ്ദീഖുൽ അക്ബർ. എനിക്ക് വേണ്ട സമ്പത്ത് വാഹനമായി തന്നയാളാണ് സുദ്ദീഖുൽ അക്ബർ. ബിലാലിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചയാളാണ് സുദ്ദീഖുൽ അക്ബർ. സുദ്ദീഖുൽ അക്ബർ തങ്ങൾ മരിക്കാനുള്ള കാരണം നബി തങ്ങൾ വഫാത്തായ ആ ടെൻഷൻ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അതങ്ങനെ നുരഞ്ഞതാണ്, അതങ്ങനെ ടെൻഷനായി വ്യാപിച്ചതാണ് എന്ന് ഇമാമുകൾ പറഞ്ഞു കാണാം.
അവിടുത്തെ മഹബത്ത് മാത്രം പറയാൻ ഒന്നോ രണ്ടോ ദിവസം പോരാ, എത്ര ദിവസം വേണം? അത്രയും വലിയ സ്നേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുണ്ട്. വിഷയം മാറിപ്പോകുമെന്ന ഭയം കൊണ്ട് ഞാൻ പറയുന്നില്ല. ഹിജ്റ വേളയിൽ ഇന്നലെ പോയി മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പതുങ്ങി, അതേ ഒളിച്ചുകൊണ്ടല്ലേ സഞ്ചാരം, ശത്രുക്കളെ കണ്ണിൽ പെടാൻ പാടില്ല. ചില സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നബി തങ്ങളുടെ മുന്നിൽ നടക്കുന്നു, ചിലപ്പോൾ പിറകിൽ നടക്കും, ചിലപ്പോൾ വലതുഭാഗത്ത്, ചിലപ്പോൾ ഇടതുഭാഗത്ത്. എന്താണ് സുന്നിയത്തെ? ഇടക്ക് മുൻഭാഗത്തും ഇടക്ക് പിൻഭാഗത്തും. നബിയെ ശത്രുക്കളെങ്ങാനും വരുമോ എന്ന ബേജാറാണ്. എന്റെ കാര്യത്തിലല്ല, തങ്ങളുടെ കാര്യത്തിലാണ്. കുറച്ചങ്ങെത്തിയപ്പോൾ നബി തങ്ങൾക്ക് നടക്കാനാകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ചുമലിലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ മല കയറിയില്ലേ? ആ ഗുഹയിലെത്തിയപ്പോൾ നബിയെ തങ്ങൾ കയറാൻ വരട്ടെ, ഞാൻ കയറി നോക്കട്ടെ, വല്ല ഇടജന്തുക്കളും ഉണ്ടെങ്കിൽ അതെന്നെ കടിക്കട്ടെ, തങ്ങളെ കടിക്കാൻ പാടില്ല. അങ്ങനെ കയറി. ഗുഹ നിറയെ മാളങ്ങളാണ്, രാത്രി സമയമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നല്ല ഒരു വസ്ത്രം ധരിച്ചിരുന്നു. ആ വസ്ത്രം അഴിച്ചു കീറി കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ കണ്ട സർവ മാളങ്ങളും അടച്ചു. ഒരു മാളം മാത്രം ബാക്കിയായപ്പോ നബി തങ്ങളെ തന്റെ മടിയിൽ കിടത്തിയിട്ട് കാൽ മടന്നുകൊണ്ട് ആ ദ്വാരത്തിന് അടച്ചു പിടിച്ചു. ഒരു വലിയ സർപ്പം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലിൽ തുറുതുരാ കുത്തി. കാലനക്കിയില്ല. വിഷമിങ്ങനെ കയറി കയറി കഠിനമായ വേദന. നബി തങ്ങളെ ഉറക്കത്തിന് തടസ്സമായാലോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കാലനക്കിയില്ല. വേദന സഹിക്കവയ്യാതെ കണ്ണിൽ നൊലിച്ചു കണ്ണുനീര്. താടിരോമങ്ങളിലൂടെ ഇറങ്ങി. സിദ്ദീഖ് തങ്ങളെ താടിരോമങ്ങളിലൂടെ ഇറങ്ങി. നബി തങ്ങളെ മുഖത്തങ്ങ് വീണപ്പോൾ എന്തു പറ്റി സിദ്ദീഖേ? നബി തങ്ങളെ ഒരു പാമ്പ് കടിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ ഉമിനീരില്ലേ, ആ ഉമിനീര് എത്രയോ രോഗികൾക്ക് സുഖം നൽകിയ ഉമിനീരാണ്. കിണറ്റില് വെള്ളമില്ലാതെയായപ്പോൾ തുപ്പിയപ്പോൾ വെള്ളം നിറഞ്ഞു വന്ന ചരിത്രമുണ്ട്. ഉപ്പുരസമുള്ള വെള്ളത്തിലേക്ക് തങ്ങളങ്ങ് തുപ്പിയപ്പോൾ ആ വെള്ളം നൽതണ്ണീരായ സംഭവങ്ങളുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലിൽ നബി തങ്ങൾ ഉമിനീര് പുരട്ടി കൊടുത്തു. നോക്കുമ്പോ വസ്ത്രം കാണാനില്ല. സിദ്ദീഖേ, നിങ്ങൾ ധരിച്ച ആ പുതിയ ആട എവിടെ? വസ്ത്രം എവിടെ? തങ്ങളെ ഗുഹ നിറയ മാളങ്ങളായിരുന്നു. തങ്ങളെ വല്ല ഇഴജന്തുക്കളും കടിക്കുമോ എന്ന ഭയം കാരണം ഞാൻ ആ ഗുഹ മുഴുക്ക അടച്ചു, എന്റെ വസ്ത്രം കീറിയിട്ട്. ഉടനെ ഹബീബായ തങ്ങൾ രണ്ട് കൈകളും മേൽപൂട്ടുയർത്തി ഒറ്റ ദുആ, അല്ലാഹുമ്മ ജഅൽ അബാ ബക്കരി മഈ ഫീ ദറജതി യൗമൽ ഖിയാമ. പടച്ചവനെ, അന്ത്യനാളിൽ സിദ്ദീഖുൽ അക്ബറിനെ എന്റെ ദർജയിലാക്കണേ അല്ലാഹ്. ഫസ്തുജീബ ലാ, ആ ദുആക്ക് ഉത്തരം നൽകപ്പെട്ടു. ആ സ്നേഹം ഞാനിപ്പോ ഇന്നലെയും ഇനിയാതുമായിട്ട് അതിങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സിദ്ദീഖ് തങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. നിങ്ങളെങ്ങനെയാന്ന് മനസ്സിലാക്കിയത് നിങ്ങൾക്കറിയില്ല, നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സ്നേഹം. അതെന്തുകൊണ്ടാണ്? നബി തങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് തങ്ങളോട് സ്നേഹം വർദ്ധിക്കുക. തങ്ങളെ കുറിച്ച് പഠിക്കണം. റബീഉൽ അവ്വൽ അതിനുള്ള വേദിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബുർദനെ ആയിക്കോട്ടെ, ഞാൻ പറയാം. ബുർദയിലെ 3-ാമത്തെ ഫസ്ലുണ്ട്, മദ്ഹിന്റെ ഫസ്ല്. അതങ്ങനെ എന്ത് ചെയ്യാം, ഓരോ വരികൾ അങ്ങനെ വിശദീകരിച്ച് തങ്ങളെ കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ ബുർദക ചൊല്ലുന്ന ആളുകളായിരിക്കും ഞാൻ മനസ്സിലാക്കും. ബുർദക ചൊല്ലണം. വലിയ ഹിഫ്ളും വലിയ കാവലുമാണ് അതൊക്കെ. വലിയ ബറക്കത്തുള്ള ഖുർആൻ കഴിഞ്ഞാൽ ഹദീസ് കഴിഞ്ഞാൽ ഇബ്നു ഹജർ നിങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ പോലെ ജനങ്ങൾ കൊണ്ടടക്കുന്ന ഒന്നാണ് ഈ ബുർദ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഏതായാലും ആ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകാശനമാണ് ഈ റബീഉൽ അവ്വലിലൂടെ നമ്മൾ നടത്തുന്നത്. മനസ്സിലായോ? റബീഉൽ അവ്വൽ കൊണ്ടാടണം, ആഘോഷിക്കണം. ഉമ്മമാര് നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിൽ മൗലിദ് ഓതണം. റബീഉൽ അവ്വൽ എങ്ങനെ കൊണ്ടാടുക?
വീടൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി ആ റബീഉൽ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കത്തോടെ നമ്മൾ ഇരിക്കുക. എല്ലാവരും നിങ്ങളെ വീട്ടിൽ 30 ദിവസവും മൗലിദ് ഓതണം. ഒരു ദിവസം പിന്നെ കഴിയുന്ന ആളുകളൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് നല്ലൊരു മൗലിദ് കഴിയുമ്പോൾ ഓതണം. കണ്ടോ, ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്, എനിക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുക്ക നബി തങ്ങളെ മൗലിദ് കഴിക്കാൻ ഞാൻ ചെലവഴിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, അത് ഉഹദ് മല അത്രയും എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുക്ക നബി തങ്ങളുടെ മൗലിദ് കഴിക്കാൻ ഞാൻ ചെലവഴിക്കും. വലിയ അമലല്ലേ മൗലിദ്, തങ്ങളുടെ സ്നേഹല്ലേ. അപ്പോ നമുക്ക് കഴിയുന്ന അത്ര ആളുകളെ വിളിച്ച്, അയൽക്കാരൊക്കെ പറ്റുന്ന ആളുകളെ വിളിച്ച്, ഉസ്താദുമാരൊക്കെ വിളിച്ച് ഒരു ചെറിയ മൗലിദ്, ചെറുതല്ല, ഞാൻ സാമ്പത്തികമായിട്ട് അങ്ങനെ പറഞ്ഞതാ, നല്ല ഒരു മൗലിദ് വീട്ടിൽ കഴിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ കഴിക്കാറുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഞാൻ അതിനു വേണ്ടി കരുതി വെക്കാൻ മനസ്സ് കാണിക്കാറുണ്ട്. എനിക്ക് റബീഉൽ അവ്വൽ അത് ഏറ്റവും സന്തോഷമുള്ള സമയം. ഏത് മുഅ്മിനും അങ്ങനെ തന്നെ ആവുമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ പാസ്സാക്കിയിട്ടുണ്ടത് ഈ നാട്ടിലൊക്കെ 12 വരെ എത്ര മൗലിദ്. അതെന്ത് മൗലിദാ? 12 വരെ അല്ല, 30 ദിവസവും നമുക്ക് പള്ളിയിൽ മൗലിദ് ഓതണം. 30 അല്ല, 40 ദിവസം ഓതണം. റബീഉൽ ആഖിർ 10 ദിവസം. അതായത് ഷെയ്ഖ് ജിലാനി തങ്ങളുടെ ആണ്ടോളം സമാപിക്കുന്ന രീതിയിൽ 1 മുതൽ 40 ദിവസം ഇവിടെ പള്ളിയിൽ മൗലിദ് നടക്കുന്നു. ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ദർശന കുട്ടികളോടുണ്ടാകും. ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ 40 ദിവസം മൗലിദ്. എന്ത് 12 വരെ മൗലിദ്? എന്ത് മൗലിദാ? മാസം മുഴുക്ക മൗലിദ് ഓതണം, ആഘോഷിക്കണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. ചീരനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കണം. ഞാനൊക്കെ മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത്, ഇത് കളവ് പറയല്ല, പുറത്തെ ക്ലാസ് ഉണ്ടാകും, അതിന് ഓരോ ദിവസവും ഇങ്ങനെ ചീരനി കൊടുത്ത് മറിയും. അതൊക്കെ കൂട്ടിക്കുഴച്ച് സ്ഥലത്താക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും, തപറൊക്കിന്. അവിടെ എന്തൊരു വറക്കത്തുള്ള കാര്യം. അപ്പൊ നമുക്ക് മൗലിദ് ആഘോഷിക്കണം, തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണം. തങ്ങൾക്ക് നമ്മളൊരു നോട്ടം ഉണ്ടാവണം. തങ്ങളെ ഇഷ്ടം കിട്ടാനുള്ള കാരണം ഉറപ്പല്ലേ മൗലിദ് ആഘോഷിച്ചാലും ഗുണമുണ്ടാകും. ഇപ്പൊ പറയാൻ സമയമില്ല, നിങ്ങൾ വൈകി വന്നു. അപ്പൊ ഹസനുൽ ബസ്രി പറയാണ്, ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുക്ക ഞാൻ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുമായിരുന്നു. ഇനി കേട്ടോ നിങ്ങൾ, മഅറൂഫുൽ ഖർഖി പറയാണ്, മൻ ഹയ്യ ലിഅജ്ലി ഖിറാഅത്തി മൗലിദി റസൂലി തുആമാ. നബി തങ്ങളെ മൗലിദിന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം ഒരുക്കി, വജമഅ ഇഖ്വാന, സുഹൃത്തുക്കളെ ആളുകളെ ഒരുമിച്ച് കൂട്ടി, വൗഖദ സിറാജ, നല്ല വിളക്കൊക്കെ കത്തിച്ചു, വലബിസ ജദീദ, നല്ല വസ്ത്രം ധരിച്ചു. നല്ല വസ്ത്രം ധരിക്കണം, ചീഞ്ഞ വസ്ത്രമല്ല. വതഅക്ക, സുഗന്ധം പൂശി, വതജമ്മല, അഴകായി. അതെന്തിനു വേണ്ടി? തഅലീമലി മൗലിദിഹി, നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചതിന് വേണ്ടി. എന്നാൽ അന്ത്യനാളിൽ അല്ലാഹു അവരെ പ്രവാചകന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടുന്നാണ് മഅറൂഫുൽ ഖർഖി പറയുന്നത്. എന്താ ഈ കേട്ടോളൂ നിങ്ങൾ. ഇമാം സുയൂത്തി പറയാ, ഏതെങ്കിലും ഒരു വീട്ടിലോ പള്ളിയിലോ നബി തങ്ങളുടെ മൗലിദ് ഓതിയാൽ ആ വീടിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ തൊട്ട് വരൾച്ചയെ ഉയർത്തിക്കളയും. വരൾച്ചയുണ്ടാകുകയില്ല, പകർച്ചവ്യാധികൾ ഉണ്ടാകുകയില്ല, തീപിടുത്തമുണ്ടാകുകയില്ല. നബി തങ്ങളെ മൗലിദ് ഓതിക്കോ, നബിക്കുള്ള മൗലിദ് വീട്ടിലും തോന്നേണ്ടതാ, അതിനാൽ മുസ്ലിമൊക്കെയും നീങ്ങുന്നതാ. മലിക്കുൽ മുവഫ്ഫദ്, ധീരനായൊരു രാജന എന്നൊക്കെ പറഞ്ഞ് താഴെ ബൈത്തുകൾ കേട്ടിട്ടില്ലേ? അപ്പൊ എന്തോ മൗലിദ് ഉഷാറാക്കിയല്ലേ? ഉഷാറാക്കി ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക, മൗലിദ് നോക്കുക. ഒരു ദിവസം ഞാൻ പറഞ്ഞ രീതിയിൽ പറ്റുന്ന ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസം നമ്മുടെ മക്കളൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് മൗലിദ് നോക്കുക, ഉഷാറായിട്ട് നോക്കുക. ആൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക മൗലിദ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മളെ മക്കളൊക്കെ നേരാകുള്ളൂ. മക്കളെ പറഞ്ഞേക്കണം എന്നും പറയുന്നത് തന്നെയാണ്, പറഞ്ഞേക്കണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഫലം ചെയ്യുകയില്ലല്ലോ. ഈ കേട്ടോളൂ നിങ്ങൾ കേട്ടോ. മൗലിദ് അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ ഒരു ഗുണം അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയം വേണം. അബൂ ലഹബ് എന്ന് പറയുന്ന ഒരാളാണ്. ആരാ മൂപ്പര്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ, ബാപ്പാടെ സഹോദരനാണ്. അയാൾ പച്ച കാഫിറ, നരകത്തിലെ വിറകാന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്
മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ. ആ അബൂ ലഹബിനെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം, ചത്തുപോയ ശേഷം കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ടു. ബുഖാരിന്റെ ഹദീസാണ്. എങ്ങനെ ചോദിച്ചു, എന്താ അവസ്ഥ? കഠോരമായ ശിക്ഷയാണ്, നരകത്തിലാണ്, ഭയങ്കര ശിക്ഷയാണ്. പക്ഷേ എല്ലാ തിങ്കളാഴ്ച രാവിലും എന്റെ വിരലിലൂടെ നല്ല വെള്ളം അല്പം എനിക്ക് കുടിക്കാൻ കിട്ടാറുണ്ട് എല്ലാ തിങ്കളാഴ്ച രാവിലും. അതെന്താണെന്നറിയുമോ? എന്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, സുവൈബത്തുൽ അസ്ലമിയ. എന്റെ സഹോദരൻ അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവാണല്ലോ. അബ്ദുള്ളക്ക് ഒരു ആൺകുട്ടി ജനിച്ചു എന്ന വിവരം എന്നോട് ആര് ഓടി വന്ന് പറഞ്ഞു? സുവൈബത്തുൽ അസ്ലമിയ പറഞ്ഞു. അബ്ദുള്ള നേരത്തെ മരിച്ചല്ലോ. അപ്പൊ വല്ലാത്തൊരു സന്തോഷം. ആ കുട്ടി ജനിച്ച സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു, സ്വതന്ത്രയാക്കി. അപ്പൊ നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചു, അടിമത്ത മോചനം നടത്തിയതുകൊണ്ട് നബി തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച രാവിൽ എന്റെ വിരൽപ്പൊടികളിലൂടെ വെള്ളം ലഭിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊരു പച്ച കാഫിറ. അയാൾക്ക് ഈ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നബി തങ്ങളെ മദ്ഹ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിയും ഖുർആൻ ഓതി ജീവിക്കണം, നമുക്ക് സ്വർഗം തന്നെ കിട്ടൂല എന്ന ഇമാമികൾ ചോദിക്കുന്നത്. കിട്ടും. അപ്പൊ അതിന് മൗലിദ് ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നല്ലവണ്ണം ഓതണം. നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്നേഹമുള്ള ഒരാളെ അവസ്ഥത്തേക്കാണ്. സ്നേഹിക്കപ്പെടുന്ന ആളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവന്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ഞാനത് ഗ്രൂപ്പിൽ എഴുതിയിരുന്നു. എന്തായിരിക്കും? എപ്പോഴും ആ മഹ്ബൂബിനെ കുറിച്ചുള്ള വർത്താനം ഇങ്ങനെ വരും. ഐസിന്റെ കഥ കേട്ടിട്ടില്ലേ? ലൈല മജ്നൂൻ. ഈ ഖൈസിന് എപ്പോഴും നാവിൽ ലൈല ലൈല ലൈല. മാൻപേടകളെ കണ്ടാൽ ചോദിക്കും, നിങ്ങൾക്കിടയിൽ എന്റെ ലൈലയുണ്ടോ? അപ്പൊ ഒരാളെ സ്നേഹിച്ചാൽ അങ്ങനെ എപ്പോഴും ആ നാമം മനസ്സിൽ നാവിൻ തുമ്പിലുണ്ടാകും. സഫറുൽ ഖൽബി ഫീ ത്വലബിൽ മഹ്ബൂബി വലഹ്ജുൽ ലിസാനി ബിദിക്രിഹി. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മഹ്ബൂബിനെ കുറിച്ചുള്ള നിരന്തര ചിന്തയും നാവ് കൊണ്ടുള്ള പറച്ചിലുമാണ്. സ്വലാത്ത് എത്രയോ ചൊല്ലുന്ന ആളുകളെ കഥകൾ കേട്ടിട്ടില്ലേ? വെറുതെ ഇങ്ങനെ ഇടതടവില്ലാതെ ചൊല്ലുന്ന ആളുകളെ കഥ കേട്ടിട്ടില്ലേ? ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഇമാം ഉമർ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, നബി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അമലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരുന്നതാണ്. അപ്പൊ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് തങ്ങളെ പറ്റി ഇങ്ങനെ പാടുക, പറയുക, കേൾക്കുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വീട്ടിൽ മൗലിദോദണം. നമുക്ക് കൂടുതൽ ക്ലാസ് എടുക്കണം. 1-2 ക്ലാസ് പോരാ. വെറുതെ വെച്ചിട്ടേക്കൂട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠനം നടക്കട്ടെ. ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ കുറെ പറയണം, ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മൗലിദ് കഴിച്ചാലുള്ള നേട്ടങ്ങൾ ഇമാമികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ എന്റെ കയ്യിൽ അതിന്റെയൊക്കെ ഉദ്ധരണികളുണ്ട്. പക്ഷെ പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ സമയം ദീർഘമാകും. നബി തങ്ങളുടെ മൗലിദോടുന്ന സദസ്സ് എന്ന് പറഞ്ഞാൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ് സിദ്ദീഖ് സഖത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നബി തങ്ങളുടെ മൗലിദോടുന്ന സദസ്സ് അതെന്താണ്? റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോപ്പ്, ഒരു തോപ്പാണ്, സ്വർഗത്തോപ്പാണ് മൗലിദിന്റെ സദസ്സ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു പരിപാടിയാണല്ലോ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാ. അത് തങ്ങളെ അംഗീകാരമാണ്. മദീനത്തെ പള്ളിയിൽ ഒരു പ്രത്യേക മിമ്പർ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിച്ചു കൊടുത്തിരുന്നു. അതെന്തിനു വേണ്ടി? അതിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പാട്ട് പാടും നബി തങ്ങളെ പറ്റിയിട്ട്. നല്ല നബി സല്ലല്ലാഹു അലൈഹി ഇന്ന അബി വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദ്
മിൻകും യഖാഊ. നമുക്കൊന്നും ആ സ്നേഹമില്ല. നമ്മൾ ഇങ്ങനെ പറയുക എന്നതല്ലാതെ ആ സ്നേഹത്തിന്റെ മകനും കിട്ടിയിട്ടില്ല. അതാ ഒരു യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നു, ഘോരമായ യുദ്ധം. ഒരു പെണ്ണതാ, അൻസ്വാറുകളിൽപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മകനതാ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പിതാവ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പെണ്ണിനതൊന്നും വിഷയമല്ല. അയിന റസൂലുള്ളാഹ്, നബിതങ്ങളെവിടെ, നബിതങ്ങളെവിടെ എന്നാണ് ചോദിക്കുന്നത്. ആരോ പറഞ്ഞു നബിതങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, തങ്ങൾ സുരക്ഷിതരായിട്ട് അവിടെയുണ്ട്. അത് പറഞ്ഞാൽ പോരാ, എനിക്കെന്റെ ഹബീബിനെ കാണാം. കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നബിതങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. തങ്ങൾ ജീവനോടെയുണ്ടോ? തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലേ? എനിക്കൊരു മുസീബത്തും വിഷയമല്ല. എന്റെ മകൻ മരിച്ചാൽ വിഷയമല്ല, പിതാവ് മരിച്ചിട്ടുണ്ട് വിഷയമല്ല, ഭർത്താവ് മരിച്ചിട്ടുണ്ട് വിഷയമല്ല, സഹോദരൻ മരിച്ചിട്ടുണ്ട് വിഷയമല്ല. തങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അതിന്നും അങ്ങനെ തന്നെ. നിബിധങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതം കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കണം, ജീവൻ കൊടുത്തുകൊള്ളണം. നമ്മുടെ ഭാര്യയെ തങ്ങൾക്ക് വേണമെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊടുക്കണം. അതൊക്കെ ഇമാമുകൾ പറഞ്ഞത്. നമ്മുടെ തടിയേക്കാൾ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശത്രുപാളയത്തിൽ നിന്ന് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് നേരെ അമ്പങ്ങനെ ചീറി വരുമ്പോ ഖത്താദ റളിയല്ലാഹു അൻഹു നേരെ തന്റെ മുഖം കൊണ്ട് അമ്പ് തടുത്തില്ലേ? കണ്ണിൽ തറച്ചിട്ട് കണ്ണിങ്ങനെ തൂങ്ങിയില്ലേ? നബി തങ്ങളുടെ മുഖത്തേക്ക് അമ്പ് ഏതോ നിർഭാഗ്യവാൻ, ഭാഗ്യദോഷി തുടർന്നുവിട്ട അമ്പാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നേർക്ക് വരുമ്പോ ഇപ്പൊ അവിടെ പടച്ചട്ടെടുക്കാനുള്ള സമയമല്ല, പരിചെടുക്കാനുള്ള സമയമല്ല. ഖത്താദ റളിയല്ലാഹു അൻഹു നേരെ മുഖമുയർത്തി അമ്പങ്ങ് തടുത്തു. കണ്ണിൽ തറച്ച് കണ്ണ് താഴോട്ട് ഒലിച്ചിറങ്ങി. ചെന്നു നബിയെ, ആ ഒലിച്ചിറങ്ങിയ കണ്ണ് വായിച്ചു, തങ്ങളെ ഞാൻ ഇപ്പോഴത്തെ കല്യാണം കഴിച്ചതാണ്. ഈ കോലത്തിൽ കണ്ണില്ലാതെ ചെന്ന പെണ്ണുങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. സ്വാഭാവികമാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ അതൊന്നും കണ്ടുകൂടാ, ആർക്കും കണ്ടുകൂടാ. പിന്നെ പെണ്ണ് ചിലപ്പം എന്നെ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൂടായില്ല. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിച്ചേരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണെടുത്ത് യഥാസ്ഥാനത്തൊക്കെ വെച്ചു. ഒരു കുഴപ്പമില്ല. മറ്റേ കണ്ണിനേക്കാൾ ഏറ്റവും സുന്ദരമായ കണ്ണായി കണ്ണ് മാറി. പിൽക്കാലത്ത് മൂപ്പര മകൻ ഇങ്ങനെ പാടിയിരുന്നതാണ്. എന്റെ ഭാര്യക്ക് ഇത് കണ്ടാൽ സഹിക്കൂല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ കണ്ണു വെച്ചു കൊടുത്തു. അതങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ താടിയിലും മുടിയിലുമായിട്ട് ആകെ നിരച്ച രോമങ്ങൾ 20 താഴെയാണ്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു. 16, 18, ഏതായാലും 20 താഴെ. അതെന്തേ തങ്ങൾക്ക് നിര കുറവായത്? ഇമാമുകൾ പറയാണ്, ഈ നിര എന്ന് പറഞ്ഞാൽ പൊതുവിൽ സ്ത്രീകൾക്ക് വെറുപ്പുള്ള കാര്യം അത്രേ. അപ്പൊ നബിതങ്ങളിൽ നിന്ന് ഈ നിര കണ്ടിട്ട് ഏതെങ്കിലും ഭാര്യക്ക് അങ്ങനെ തോന്നൂല. പക്ഷെ പൊതുവിൽ അങ്ങനെ തോന്നിപ്പോയാലോ അത് ഇസ്ലാമിൽ തെറിക്കണം തന്നെ കാരണമാകുന്ന മുല്ലയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി എത്രയാണ് കണ്ണും കൈയും മൂക്കും നാക്കും ഒക്കെ കൊടുത്ത ആളുകളെ കഥ കേട്ടിട്ടില്ലേ നമ്മള്? സ്വന്തം പിതാവിനെ വധിക്കാൻ വേണ്ടി പോയ സ്വഹാബത്തിന്റെ കഥ കേട്ടിട്ടില്ലേ നമ്മള്? മകന്റെ മുഖത്തടിച്ച പിതാവിന്റെ കഥ കേട്ടിട്ടില്ലേ നമ്മള്? നമുക്ക് ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. ആ സ്നേഹം അല്പം അങ്ങ് കിട്ടിയാൽ, പണ്ട് മറ്റൊരു ചങ്ങായി പാട്ടിടില്ലേ, കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലട രാമ, എള്ളോളം പഴയ ചെന്നാൽ ഭൂലോകം തരികടത്തിത്തെ. തീരെ കണ്ണൊടിക്കാത്ത ഒരാളാ, നല്ല മനുഷ്യനാ. പക്ഷെ കൂടെ നടക്കുന്നവൻ മുഴുകുടിയനാ. അവൻ നിർബന്ധിച്ചു കൊണ്ടുപോയി കുടിപ്പിച്ചു. അപ്പൊ ഈ കുടിച്ചാലും പാടിയതാണ്, കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലട എള്ളോളം പള്ളിയിൽ ചെന്നാൽ ഭൂലോകം തരികടത്തിത്തേ. ഇത് പറഞ്ഞ പോലെ മഹബത്തിന്റെ ഒരംശം നമ്മുടെ കൽബിലേക്ക് കിട്ടി ഇറങ്ങിയാണല്ലോ. പിന്നെ ഇവിടെ എന്ത് ഭാര്യ, എന്ത് മക്കള്,
അതുകൊണ്ടാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രം നമുക്ക് പറയട്ടോ, സമയമില്ല. ഉവൈസുൽ ഖർനി ഉഹദ് യുദ്ധത്തിൽ നബി തങ്ങളെ മുൻപല്ല് പൊട്ടിയെന്ന് കേട്ടപ്പോ കല്ലെടുത്ത് തന്റെ മുൻപല്ല് പൊട്ടിച്ചു. സ്നേഹാണത്. നമുക്ക് എന്ത് സ്നേഹാണ്. സ്വലാത്ത് എത്രയും നമ്മളൊക്കെ ചെല്ലാറ് എനിക്കറിയാം. 3000-ഉം 4000-ഉം 5000-ഉം അതിലേറെ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ